ലവ് മാരേജ് വൺ സൈഡ് ലവ് ആയിരുന്നു. ഇവിടുന്ന് അങ്ങോട്ടായിരുന്നു അമ്മ ചെയ്തോണ്ടിരുന്നത്, അവിടുന്ന് ഇങ്ങോട്ട് അമ്മ വന്നു ആദ്യം. ആ ഒരു അപ്രോച്ചിൽ തന്നെ ഞാൻ ഏകദേശം ഒരു ഹാഫ് ഫ്ലാറ്റ് ആയി. പക്ഷെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. രണ്ടാമത് ആള് നേരിട്ട് വന്നിട്ട് പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും ഓക്കെ ആണെങ്കിൽ വിവാഹത്തിന് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഓവർ തിങ്കിങ്ങിന്റെ ആശാട്ടിയാണ് ഞാൻ. അപ്പൊ ഞാൻ ചിന്തിച്ച് എല്ലാം കഴിഞ്ഞ ഞാൻ അപ്പൊ തന്നെ വിധി എഴുതി എനിക്ക് അൾഷിമേഴ്സ് ആണ്. അതായിരുന്നു എന്റെ പ്രശ്നം. എന്റെ എവിക്ഷൻ എനിക്ക് എപ്പോഴായിരുന്നാലും ഞാൻ എന്റെ എവിക്ഷൻ ഉണ്ടാവും എന്ന് കരുതി ഞാൻ പ്രിപ്പയർഡ് ആയിട്ടാണ് നിന്നത്. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനൊരു അധോലോകമായത് ഞാൻ മാത്രമാണ് അറിയാതെ. താൻ പറഞ്ഞ കാര്യങ്ങൾ ഹൗസിലെ മറ്റു മത്സരാർത്ഥികൾ വളച്ചൊടിക്കാൻ ശ്രമിച്ചിരുന്നു. തീർച്ചയായിട്ടും ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോ തൊട്ട് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. എല്ലാരും പ്രതീക്ഷിച്ചത് ഒരു അവാർഡ് വിന്നറാണ്, സൈക്കോളജിസ്റ്റ് ഒക്കെയാണ്. അപ്പം അവരുടെ അടുത്ത് ചെന്ന് പറയുമ്പം സൂക്ഷിച്ചും കണ്ടും പറയണം അവർ ഭയങ്കര മൈൻഡ് ഗെയിമോട് കൂടി വന്ന ഒരാളാണെന്നുള്ളൊരു ഇമേജ് അവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് ഒന്ന് ഫാമിലി ഓർക്കുന്ന സമയത്ത് തന്നെയാണ്. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, അലിഗേഷൻസ് വരുമ്പം എല്ലാവരും പെട്ടെന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടറാണ്. എന്തായിരിക്കും അങ്ങനെ നിങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടാക്കിയ ആദ്യത്തെ ഒരു സംഭവം, ചെറിയ കാര്യം എന്ന് പറയുന്നത്? ചെറിയ കാര്യം ഒരു ഗ്ലാസ് ചായ കുടിച്ചൊരു ശകലം ചായ കുറഞ്ഞു പോയാലും വഴക്കിട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ അവിടെ അതിനകത്ത് കുഞ്ഞുപിള്ളേർ തന്നെ ആയിരുന്നു. അന്നന്നത്തേക്കുള്ള റേഷനല്ലേ നിങ്ങൾക്ക് കിട്ടുക? അന്നന്നത്തേക്കുള്ള റേഷനാണ്. പക്ഷെ ഇത് അടിച്ചു മാറ്റുന്ന ഒരു കലയാണല്ലോ. അപ്പോ അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അവയവദാനത്തിന്റെ പേപ്പറിൽ ആൽസാറ് കൊടുത്തയച്ചു. അതില് ഞാൻ ഉൾപ്പെടെ 9 പേര് സൈൻ ചെയ്തു. കംപ്ലീറ്റ് നമ്മളുടെ ഓർഗൻ ഡൊണേഷൻ, ഞങ്ങളുടെ മരണാനന്തരം നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് മനസ്സ് പറയുന്ന കാര്യങ്ങൾ. ഞാൻ ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ പറയും, മനസ്സിൽ നിന്ന് എന്താണ് മനസ്സ് പറയുന്നത് അതുപോലെ തന്നെ പറയണം. ഓക്കെ? മറ്റുള്ളവർ കൂട്ടം ചേർന്ന് വളഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ. വളഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ആ ഇൻസിഡന്റ്? അതിലൊരു താക്കോൽ പ്രശ്നം ഉണ്ടായിരുന്നു. താക്കോൽ നമ്മൾ പവർ റൂമിലേക്ക് കയറുമ്പോൾ നമുക്ക് പവർ റൂം എന്ന് പറയുന്നത് ഏറ്റവും അധികാരം ഉള്ള ഒരു സ്ഥലമാണ്. ആ പവർ റൂമിൽ സകല സുഖ സൗകര്യങ്ങളും ഉണ്ട്. അവിടെ നമുക്ക് ഒരു താക്കോല് തരും. ആ താക്കോൽ എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ അടുക്കളയുടെ ഷെൽഫിന്റെ താക്കോലാണ്. അവിടെ ഉള്ളവർ എന്ത് ഭക്ഷണം കഴിക്കണമെന്നും എത്ര അളവ് കഴിക്കണമെന്നും എപ്പോൾ കഴിക്കണമെന്നും ഈ പവർ റൂമിലുള്ളവർക്ക് നിശ്ചയിക്കാം. അപ്പോൾ അധികാരം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണേലും യൂസ് ചെയ്യാം, നമുക്കത് മിസ്യൂസ് ചെയ്യാം. അതിനു വേണ്ടി അത് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് അങ്ങനെ ഒരു റൂം തന്നിരിക്കുന്നത്. അപ്പൊ ഈ താക്കോല് നമ്മൾ ഞാൻ പവർ റൂമിലെത്തിയപ്പോൾ എൻ്റെ കൈവശം വന്നു. അപ്പൊ ഈ താക്കോല് നമ്മൾ 4-5 പേരുണ്ടാവും പവർ റൂമിൽ. 4-5 പേര് മാറി മാറി സൂക്ഷിക്കും. അതിൽ ഒരു തവണ ഈ താക്കോൽ എങ്ങനെയോ എൻ്റെ കയ്യിലാണ് വന്നത്. ഞാൻ ഈ താക്കോൽ എൻ്റെ കയ്യിലുള്ള വിവരം മറന്നുപോയി. ആക്ച്വലി മറക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമുക്കപ്പോൾ ഒരു ഗെയിം ഉണ്ടായിരുന്നു, ഒരു സ്കൂൾ കുട്ടിയുടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഗെയിമിന്റെ ഇടയിൽ എപ്പോഴും എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നാണ്. ഞാൻ ആ ഗെയിമിന് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോ എന്റെ ടീമിലുള്ള ഒരാൾ കൊണ്ട് തന്നാണ്. ഞാൻ ആ ഒരുക്കത്തിനിടയിൽ ശ്രദ്ധിച്ചില്ല. ഇത് മറന്ന് ഞാൻ എന്റെ സൂട്ട് കേസിലേക്ക് ഇട്ടു. സൂട്ട് കേസ് ഓപ്പൺ ആയിട്ട് ഞാൻ റെഡി ആവുമായിരുന്നു. അപ്പൊ ഞാൻ അതിലേക്ക് ഇട്ട് അടച്ചു. ഇത് എന്റെ മൈൻഡിൽ നിന്ന് കംപ്ലീറ്റ് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ താക്കോലിന് വേണ്ടിയിട്ടുള്ള ഒരു സെർച്ചിങ് ആയി. ഗെയിം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് താക്കോലിന് സെർച്ചിങ് ആയി. ഞാനും കൊണ്ടുപിടിച്ച് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ ഓർമ്മയിൽ ഇല്ലല്ലോ, സംഭവം ഇല്ല. അപ്പൊ ഞാൻ ഓർത്ത് ഈ താക്കോൽ അപ്പൊ എവിടെ പോയി. അപ്പൊ എൻ്റെ അടുത്തിരുന്ന യമുന ചേച്ചിയായിരുന്നു അതിനകത്ത്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു അയ്യോ താക്കോല് കാണാനില്ല. അപ്പൊ ഞാൻ ഓടി നടന്ന എല്ലാ ക്യാമറയുടെയും മുമ്പിൽ ചെന്ന് പറയണേ യമുന ചേച്ചിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ താക്കോല് പോയി, ബിഗ് ബോസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം, താക്കോല് കണ്ടുപിടിക്കാൻ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. പുറത്ത് ഭയങ്കര പ്രശ്നമായി. കാരണം പവർ റൂമിനെതിരായിരുന്നു ബാക്കിയുള്ള എല്ലാവരും.
അവര് നമ്മളെ രാജാക്കന്മാരായിട്ട് അവര് പ്രജകളായിട്ടൊക്കെയാണ് അവര് കാണുന്നത്. അപ്പൊ Okay. ഓട്ടോമാറ്റിക്കലി അവര് നമുക്കെതിരെ വരും. തീർച്ചയായിട്ടും. പിന്നെ അവിടെ വലിയ സമരമായി. ആ. മുറിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ആർപ്പ് വിളിയൊക്കെ ആയപ്പോ സംഭവം കയ്യിൽ നിന്ന് പോയി. എന്നിട്ടും എൻ്റെ ഈ തലമണ്ടയിൽ ഇതുവരെ ആ താക്കോൽ എവിടെയെന്ന് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഈ താക്കോൽ എടുക്കാതെ ഞാൻ പറയാൻ പറഞ്ഞായിരുന്നു ആ പാട്ട്. എനിക്കതാ ഓർമ്മ വന്നത്. താക്കോൽ എടുക്കാണ്ട് അരുണോദയത്തിലൊക്കെ പാടിയിട്ടൊന്നും താക്കോല് വരണില്ല. എന്റെ കംപ്ലീറ്റ് മറ്റേ തന്മാത്ര സിനിമയിലെ ലാൽസാറ് പോലെ ഞാൻ അൽഷിമേഴ്സ് വന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചിരുന്ന് തപ്പി 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 അവസാനം എനിക്ക് തന്നെ ഡൗട്ട്. എല്ലാരും പറഞ്ഞു എല്ലാവരുടെയും പെട്ടി പരിശോധിക്കണം. അപ്പൊ ഞാൻ എന്റെ പെട്ടി ഞാൻ തന്നെ എടുത്തിട്ട് നിങ്ങൾ പരിശോധിച്ച് കണ്ടുപിടിക്കണം, താക്കോൽ ഇവിടെ ഇല്ല, താക്കോല് കണ്ടുപിടിച്ചേ പറ്റൂ. അവസാനം ഞാൻ തന്നെ എന്റെ പെട്ടി തുറന്നു. അപ്പൊ പെട്ടിക്കകത്ത് ദോ ഇരിക്കുന്നു താക്കോല്. ഫസ്റ്റ് ഞെട്ടിയത് ഞാനാണ്. ഈ താക്കോൽ അവിടെ എങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവിടെ നിന്ന് ആലോചിച്ചിട്ട് താക്കോൽ എങ്ങനെ വന്നു എന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടില്ല. അപ്പൊ എന്റെ മൈൻഡിൽ നിന്ന് ബാക്കിയൊക്കെ ഇറേസ് ആയി പോയി. പെട്ടെന്ന് ഞാൻ ഇമോഷണലി ഡൗൺ ആയി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കളിയുടെ ഇടയിൽ ഒന്ന് ഇമോഷണലി ഡൗൺ. അപ്പൊ അങ്ങനെ ഡൗൺ ആയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. ഞാൻ എന്നിട്ട് ഡൗൺ ആയി കഴിഞ്ഞു. പിന്നെ ഞാൻ ആലോചിച്ചെടുത്തപ്പോ ശരിയാണ്, ഗെയിമിന്റെ ഇടയിൽ ആരോ കൊണ്ട് തന്നു, അത് അതിനകത്ത് വെച്ചു. അതെന്നെ ഓർമ്മിപ്പിച്ചത് എന്റെ കൂടെ നിന്ന 1-2 പേരാണ് എന്നെ ഓർമ്മിപ്പിച്ചത്. ശ്രീ ചേച്ചി ഇങ്ങനെയാണ് കേട്ടോ സംഭവം, അങ്ങനെ കൊണ്ടുത്തന്നു, അപ്പൊ നിങ്ങൾ മറന്നുപോയി എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ പ്രശ്നം അതായിരുന്നില്ല. എനിക്ക് അൽഷിമേഴ്സ് വന്നു. ഞാൻ അപ്പൊ തന്നെ വിധി എഴുതി എനിക്ക് അൽഷിമേഴ്സ് ആണ്. അതായിരുന്നു എന്റെ പ്രശ്നം. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു, ചേച്ചി ഞാൻ അറിഞ്ഞില്ല കേട്ടോ, എങ്ങനെ പറ്റിയെന്ന് അറിഞ്ഞില്ല. പക്ഷെ എന്റെ മനസ്സിൽ കൂടെ ഓടിയിരുന്ന തീർന്നു. ഞാൻ ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡിനെ ഓർക്കൂല, എന്റെ വീട്ടുകാരെ ഓർക്കില്ല. ഞാൻ ചിന്തിച്ചു, നമ്മൾ ചിന്തിക്കല്ലോ, ഓവർ തിങ്കിങ്ങിന്റെ ആശാട്ടിയാണ് ഞാൻ. അപ്പൊ ഞാൻ ചിന്തിച്ചു എല്ലാം കഴിഞ്ഞു. അവസാനം എന്റെ ഭർത്താവ് കല്യാണ ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ വെച്ചതേ ഇതാണ് എന്നൊക്കെ പറയുമ്പോ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആണോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും എന്ന് വെച്ചാൽ അങ്ങനെ കൈവിട്ട് പോയി. ആ സമയത്ത് എല്ലാരും കൂടെ നിന്ന് പറഞ്ഞിരുന്നു ഞാൻ മനഃപൂർവ്വം താക്കോല് വെച്ചതാണെന്നുള്ളൊരു സംഭവം അവിടെ വന്നു. ഞാൻ എത്ര പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല. എനിക്കാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. കാരണം എനിക്ക് അൽഷിമേഴ്സ് ആണെന്നാണല്ലോ എന്റെ വിചാരം. അപ്പൊ അൽഷിമേഴ്സ് ആണ്, പോയി, കൈവിട്ട് പോയി. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ മറന്നുപോകും. നമ്മളത് ഓർത്തില്ലെങ്കിൽ നമ്മൾ ചില വ്യക്തികളുടെ പേര് ഒക്കെ നമ്മൾ മറന്നു പോകും. ഡേറ്റുകളൊന്നും അറിയില്ലല്ലോ, ഡേറ്റ് അറിയില്ല, സമയം അറിയില്ല. അപ്പൊ നമ്മൾ ഓർക്കും. അപ്പൊ എന്റെ മൊബൈൽ നമ്പറിൽ അവസാനത്തെ ഡിജിറ്റ് എനിക്ക് കിട്ടണ്ടായില്ല. അപ്പൊ കൊറേ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ നമ്മൾ വേറൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ഇത് തന്നെ ഉണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അൽഷിമേഴ്സ് എനിക്ക് മാത്രമല്ല, അവിടെ മൊത്തത്തിൽ ഈ സംഭവം ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ എനിക്ക് ഈ പറയുന്ന പോലെ എല്ലാരും കൂടി നമ്മളെ പറഞ്ഞു ടാർഗറ്റ് ചെയ്തു എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ശരി, അടുത്ത ചോദ്യം. റോങ് എവിക്ഷൻ ആണ് തന്റെ കാര്യത്തിൽ നടന്നത് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ കറക്റ്റ് തന്നെയായിരുന്നു. നമുക്ക് എപ്പോഴും ഈ ഏറ്റക്കുറച്ചിലുകൾ കാരണം ആളുകൾക്ക് പല വിധത്തിലുള്ള അഭിപ്രായം വരാം. അൾട്ടിമേറ്റ്ലി ആളുകളുടെ സപ്പോർട്ടാണ് നമുക്ക്. അപ്പോൾ അതില് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരേ ഒരാളെ ഉണ്ടാവുള്ളൂ വിന്നർ. അപ്പോൾ എൻ്റെ എവിക്ഷൻ എനിക്ക് എപ്പോഴായിരുന്നാലും ഞാൻ എൻ്റെ എവിക്ഷൻ ഉണ്ടാവും എന്ന് കരുതി ഞാൻ പ്രിപ്പയർഡ് ആയിട്ടാണ് നിന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുറച്ചുകൂടെ. അപ്പൊ എനിക്ക് തോന്നി ചേടാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു അധോലോകമായത് ഞാൻ മാത്രമാണ് അറിയാതിരുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് മക്കളെ നിങ്ങൾ ഇത് നേരത്തെ പറഞ്ഞില്ല എന്ന്. അത് കോമഡി ആയിട്ട് തോന്നിയാണ്. അങ്ങനെ ആ ഒരു സമയം എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ. എവിക്ഷൻ എന്ന് പറയുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് അങ്ങനെ തോന്നിയില്ല. ഓക്കെ. തന്നെക്കാളും ഡിസേർവിംഗ് അല്ലാത്തവർ ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ട്. പേഴ്സണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗെയിമിൽ ചിലപ്പോൾ ചില സമയത്ത് ഇപ്പൊ എനിക്ക് വന്ന പോലെ അവർക്കും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ചിലപ്പോൾ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അവര് ഡിസർവിങ് അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മളെ അതിനകത്തോട്ട് അവര് വരുന്നത്. ഇതിലുള്ള ഓരോ ഈ 19 കണ്ടസ്റ്റൻസും 19 രീതിയിൽ 19 മേഖലകളിൽ അവർ ഭയങ്കര പ്രോ ആണ്. അപ്പൊ എനിക്കുള്ള ഒരു കാര്യം ചിലപ്പം അവർക്ക് ഇല്ലായിരിക്കാം. പക്ഷെ അവർക്കുള്ള ചില ഒരുപാട് പോസിറ്റിവിറ്റീസ് എനിക്ക് ഉണ്ടാവില്ല. അപ്പൊ അതിൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഈ ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ ഡൗൺ ആയതുപോലെ തന്നെ അവരും ഡൗൺ ആയിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. ആ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് ചിലപ്പോൾ അവർക്ക് അവരുടെ ഒരു പുരോഗതിയിൽ എന്തെങ്കിലും ഗ്രാഫിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവാം എന്നല്ലാണ്ട് എനിക്കങ്ങനെ
ഡിസർവിങ് അല്ലാന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. ഓക്കെ, ശരി. താൻ പറഞ്ഞ കാര്യങ്ങൾ ഹൗസിലെ മറ്റു മത്സരാർത്ഥികൾ വളച്ചൊടിക്കാൻ ശ്രമിച്ചിരുന്നു. തീർച്ചയായിട്ടും. അതെന്തൊക്കെ അത് കാര്യങ്ങള്? അത് ചെന്നപ്പം മുതലേ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടോ? ചെന്നപ്പം ഇല്ല, ആ. ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോ തൊട്ട് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. കാരണം എല്ലാരും പ്രതീക്ഷിച്ചത് ഒരു അവാർഡ് വിന്നറാണ്, സൈക്കോളജിസ്റ്റ് ഒക്കെയാണ്. അപ്പം അവരുടെ അടുത്ത് ചെന്ന് പറയുമ്പം സൂക്ഷിച്ചും കണ്ടും പറയണം, അവരും ഭയങ്കര മൈൻഡ് ഗെയിമോട് കൂടി വന്ന ഒരാളാണെന്നുള്ള ഒരു ഇമേജ് അവിടെ ഉണ്ടായിരുന്നു. അത് ഒളിഞ്ഞും തെളിഞ്ഞും എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഈ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്ന പോലെ ഒരു സിറ്റുവേഷനിൽ പെട്ട്, മൊബൈലില്ല, വീട്ടിലെ വിളിക്കാൻ പറ്റുന്നില്ല, കാര്യം അറിയാം, എന്നാലും നമ്മൾ അതൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടുമ്പം നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പം ഞാൻ ഇങ്ങനെയാണ് എൻ്റെ നോട്ടം, ഇങ്ങനെ ഞാൻ നിൽക്കും. ഈ നിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്നുള്ളൊരു എക്സ്പ്രഷനാണ് ഇത്. പക്ഷെ അവര് വിചാരിച്ചത് എല്ലാം മനസ്സിലാക്കിയിട്ട് തലച്ചോറിൽ കാൽക്കുലേറ്റ് ചെയ്യാണ് എന്നുള്ളൊരു രീതിയിൽ അവർ പിടിച്ചു. ഞാനത് തിരുത്താൻ പോയില്ല, ഞാൻ ഇതേ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിന്ന് എന്താ പ്രശ്നം എന്നുള്ള രീതിയിൽ ഞാനങ്ങ് നിന്നു. അവര് വിചാരിച്ചു ഞാൻ ഭയങ്കര ഗെയിമറാണെന്ന് അവരങ്ങ് ധരിച്ചു. അപ്പോൾ അതുപോലൊരു സംസാരങ്ങളും കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് മാത്രമല്ല കേട്ടോ, ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും. കാരണം നമുക്ക് ഒരാളുടെ നേച്ചർ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ പറ്റില്ല. ഇപ്പം ഈ ഹൗസിൽ വരുന്ന ആൾക്കാർ നിങ്ങൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തവരാണ്. ഇത് നല്ലൊരു ഗെയിം തന്നെയാണ്. പക്ഷെ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ, ആ ഒരു പ്രൊഫഷനിൽ ഇത്ര നാളായിട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ശ്രീരേഖയ്ക്ക് ഇങ്ങനത്തെ ഒരു മൈൻഡ് ഗെയിം വരുമ്പോൾ ഇത് എനിക്കിട്ടുള്ളൊരു ഗെയിമാണ്, അല്ലെങ്കിൽ അവർ ഇത് കളിക്കുന്നതാണ് എന്നുള്ളൊരു സാധനം അപ്പൊ ഒരിക്കലും ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ മറ്റുള്ളവരെക്കാട്ടിലും കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രീരേഖയ്ക്കായിരുന്നു ഒരു പക്ഷെ പറ്റുന്നുണ്ടാവുക. നമുക്ക് ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ അപ്പം അത് ശരിയാണോ അല്ലെങ്കിൽ അല്ലാത്തതാണോ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അതിലേക്ക് കൂടുതൽ ചൂഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ ഗെയിം നമ്മുടെ കയ്യിൽ നിന്ന് പോയത് തന്നെ. അതുകൊണ്ട് പിന്നെ മാത്രമല്ല, നമ്മൾ എല്ലാവർക്കും ഒരു മൊത്തത്തിൽ ഗെയിം എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഗെയിമിൽ മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാം. മറ്റുള്ള ഒരാൾ എന്ത് പറയുന്നു അല്ലെങ്കിൽ അത് അവരെടുക്കില്ല. ഒരു പരിധി കൂടുതൽ ഇപ്പം ഞാൻ ഉൾപ്പെടെ നമുക്ക് എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളെ ട്രാക്ക് തിരിച്ചു വിടാനായിരിക്കാം, നമ്മുടെ ഗെയിമിൽ നിന്നുള്ള കോൺസെൻട്രേഷൻ കളയാനായിരിക്കാം, അങ്ങനെയൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ എവിടുന്നും പണി വരാം ആ ഒരു സംസാരം എല്ലായിടത്തും ഉണ്ടായിരുന്നു. എവിടെന്ന് വേണേ കരുതിയിരുന്നു അവറാച്ച പടി വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇതിലിരുന്നത് കൊണ്ട് സൈക്കോളജിസ്റ്റ് ആയിട്ടായിരുന്നു സൈക്കോളജി എല്ലാം മറന്നുപോയി, എല്ലാം വിട്ടു. നമ്മള് പഠിച്ച ബുക്കില്ലാത്ത എല്ലാം കൈവിട്ട. ഇപ്പോൾ ഇനി ധൈര്യമായിട്ടൊരു സൈക്കോളജിസ്റ്റ് കുറച്ചും കൂടെ ഇപ്പൊ അതിന്റെയും കൂടെ രീതിയിൽ കുറച്ചും കൂടെ ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും നല്ലൊരു ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമുക്കൊരു നല്ലൊരു ലിസണറെയാണ്. ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നതും ഒരു നല്ലൊരു ലിസണറാണ്. അദ്ദേഹം ലിസൺ ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് മറ്റൊരാളോട് ഗൈഡ് ചെയ്യാൻ പറ്റൂ. തീർച്ചയായിട്ടും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. എല്ലാവർക്കും ഇത് നമുക്ക് നാളെ ഇന്ന ചെയ്താൽ, കാരണം ഗ്രൂപ്പായിട്ടിരുന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന ആളെ നമുക്ക് നാളെ ഇങ്ങനെ ചെയ്താലേ, നാളെ ഇന്ന ഗെയിം ഉണ്ട് നമുക്ക് അങ്ങനെ ചെയ്യണം, എന്നാലേ നമുക്കതിൽ കയറാൻ പറ്റും. അപ്പോൾ അൾട്ടിമേറ്റ്ലി പവർ റൂമിലേക്ക് കയറുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഉദ്ദേശം. പവർ റൂമിൽ ഇപ്പം നിലവിലുള്ളവരെ പരാജയപ്പെടുത്തി പവർ റൂമിൽ കയറുക. അതിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ഗെയിം മാനിപ്പുലേറ്റ് ചെയ്യാമോ, സ്ട്രാറ്റജീസ് മെനയാമോ, പ്ലാൻ ചെയ്യാമോ, ടൈപ്പ് ആവണമെങ്കിൽ ടൈപ്പ് ആവാം, ഇതൊക്കെയാണ് അവിടെ ചർച്ചകൾ. അതിൻ്റെ ഇടയിൽ എന്ത് സൈക്കോളജിസ്റ്റ്, എന്ത് മൈൻഡ് ഗെയിം, ഇതൊന്നുമേ വർക്കൗട്ട് ആയില്ല. ആണല്ലേ? ഒരു സാധനം ഏക്കില്ല, ഒന്നും ഏക്കില്ല അവിടെ. ഇനിയിപ്പോൾ നേരത്തെ കാണുന്ന പോലല്ല, ഇനി പ്രൊഫഷണൽ കുറച്ചും കൂടെ ഇപ്പൊ കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂടി അല്ലേ? കുറെ അനുഭവങ്ങൾ പഠിച്ചു. അത് നന്നായി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാട്ടോ. ബിഗ് ബോസ് തനിക്ക് പറ്റിയ പ്ലാറ്റ്ഫോം അല്ല എന്ന് തോന്നി? ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. ആണ് അല്ലേ? ആണ്. അപ്പൊ ഞാനിത് നേരത്തെ എത്തേണ്ടിയിരുന്നു എന്ന് തോന്നിയോ? ഞാൻ എന്തിനു വൈകിച്ചു സീസൺ 6 വരെ ആവാൻ? ഓരോന്നിനും അതിന്റെ സമയമുണ്ട് എന്ന് പറയുന്ന പോലെ. ശ്രീരേഖ ഫുൾ സിനിമകൾ കാണാറുണ്ടല്ലേ? ഇരുന്ന് കാണാറുള്ള ആളാണല്ലേ? ഞാൻ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാൻ കുഞ്ഞിലെ തൊട്ട് കണ്ടിട്ടുള്ള പടങ്ങളാണ് ഇതൊക്കെ. അപ്പം ഞാൻ ഈ ഒരു മൊമെന്റിൽ, അപ്പൊ അതായത് നമുക്ക് അവിടെ ബിഗ് ബോസിൽ സത്യത്തിൽ CID രാംദാസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ലാൽ സാറിന്റെ ഒരു CID രാംദാസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അതിനകത്ത് ഉണ്ടായിരുന്നു. ആ രാംദാസ് ആണ് വന്ന് ഞങ്ങൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കള്ളത്തരങ്ങളും കൊച്ചു കൊച്ചു തമാശകളും ഒക്കെ പുറത്ത് വീട്ടിലൂടെ കാണിച്ചു കൊടുക്കുന്നത് ആ ഒരു ക്യാരക്ടറാണ്. അപ്പൊ വന്നതും സിനിമയിൽ നിന്ന്, നിൽക്കുന്നതും സിനിമയിൽ നിന്ന്. അവിടെ ഫുൾ സിനിമാമയമായിരുന്നു. കാരണം എല്ലാവരും
പറയുന്ന ഡയലോഗ് ഒന്ന് ചേർന്നിരിക്കുമ്പോൾ പറയുന്നതും സിനിമാ ഡയലോഗുകൾ, ഓ പിന്നെ കളിക്കുന്നത് ഡംഷർ ആർട്സ്, സിനിമാ പാട്ടുകളാണ് പാടുന്നത്. ഫുൾ ഓൺ സിനിമാ മയമായിരുന്നു അതിനകത്ത്. ഓ അപ്പം ഈ പറഞ്ഞ പോലുള്ള ഒരു ഭയങ്കര ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഞാനൊരു എന്റർടൈനർ ആണ്, അല്ലെങ്കിൽ എനിക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് സ്കിറ്റുകൾ ചെയ്യാൻ പറ്റി. അതൊക്കെ ഭയങ്കര അധികം ഇതായല്ലോ. നിങ്ങൾ ശ്രീലേഖ ചെയ്ത സ്കിറ്റ് ഭയങ്കര വൈറലായിട്ട് എല്ലാരും കണ്ടു, ഇതൊക്കെയായി കണ്ടു. അപ്പൊ അത് നമുക്കൊരു എന്താ പറയാ, ഒരു മെസ്സേജ് കൊടുക്കാൻ, സത്യത്തിലൊരു എന്തെങ്കിലും ഒരു നമുക്കൊരു കോൺട്രിബ്യൂഷൻ, നമുക്ക് ലൈഫിൽ ആർക്കെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റിയ വലിയൊരു കാര്യം. അതൊരു അവയവദാനത്തെ കുറിച്ചുള്ള ഒരു സ്കിറ്റായിരുന്നു. ആ സ്കിറ്റ് വൈറലായിരുന്നു. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഒരു ആഗ്രഹം എനിക്ക് സാധിക്കാൻ പറ്റി. അവയവദാനത്തിൻ്റെ പേപ്പറിൽ ആൽസാർ കൊടുത്തയച്ചു. അതിൽ ഞാൻ ഉൾപ്പെടെ 9 പേര് സൈൻ ചെയ്തു. കംപ്ലീറ്റ് നമ്മളുടെ ഓർഗൻ ഡൊണേഷൻ, ഞങ്ങളുടെ മരണാനന്തരം നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ദാനം ചെയ്തിട്ട് അത് 9 പേര് അതിൽ ആ ഒരൊറ്റ സ്കിറ്റ് കൊണ്ട് 9 പേർക്ക് അത് കൊടുക്കാൻ പറ്റി. ഞങ്ങൾ 9 പേരും സൈൻ ചെയ്തിട്ടാണ് അതിൽ നിൽക്കുന്നത്. അപ്പൊ അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിരുന്നു. അത് ആ ചെറിയൊരു സ്കിറ്റ് കൊണ്ട് പറ്റിയത്. അപ്പൊ അങ്ങനെ എനിക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നപ്പോൾ എനിക്കങ്ങനെ ഞാൻ ഡിസർവിങ് ആണ്. എന്നെ പോലെ ഞാൻ മാത്രമല്ല, എന്നെ പോലെ ഏതെങ്കിലും ഒരു കഴിവുള്ള ഒരാൾക്ക് അവരവരുടെ കഴിവുകൾ ഷോക്കേസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലേസ് കൂടെയാണെന്ന് എനിക്ക് തോന്നി. ഓക്കെ. അപ്പോൾ പോയ 63 ദിവസം ലൈഫിലെ എല്ലാ അർത്ഥത്തിലും നല്ലതാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. സത്യം, തീർച്ചയായിട്ടും. അടുത്ത ചോദ്യം, ഒരു വീട്ടിനകത്ത് ഏറ്റവും കൂടുതൽ അതായത് ബിഗ് ബോസിലെ വീട്ടിനകത്ത് ഏറ്റവും കൂടുതൽ വേദന തോന്നിയ നിമിഷം? ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത് ഒന്ന് ഫാമിലി ഓർക്കുന്ന സമയത്ത് തന്നെയാണ്. പിന്നെ ഈ നമ്മൾ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, അലിഗേഷൻസ് വരുമ്പം എല്ലാവരും പെട്ടെന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടറാണ്. ഓ, നിങ്ങൾ ഇങ്ങനെയാണോ നിങ്ങളുടെ ക്യാരക്ടർ? മേ ബി അവരതൊന്നും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല. അടുത്ത സെക്കൻഡിൽ അവർ വന്നിട്ട് നമ്മളോട് സോറി പറയും, നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആവും. പക്ഷെ അങ്ങനെ ഒരു അലിഗേഷൻസ് ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ വഴക്കുകൾ വരുമ്പോൾ, അതെന്തിനാണ് ഇത്രയും ചെറിയ കാര്യത്തിന് വഴക്കിടുന്നതെന്ന് തോന്നുമ്പോൾ ഒരു വിഷമം തോന്നും. എന്തായിരിക്കും അങ്ങനെ നിങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടാക്കിയ ആദ്യത്തെ ഒരു സംഭവം, ചെറിയ കാര്യം എന്ന് പറയുന്നത്? ചെറിയ കാര്യം എന്താ, ഒരു ഗ്ലാസ് ചായ കുടിച്ചൊരു ശകലം ചായ കുറഞ്ഞു പോയാലും വഴക്കിട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ അവിടെ അതിനകത്ത് കുഞ്ഞിപ്പിള്ളേർ തന്നെ ആയിരുന്നു. അതൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ കാര്യമുള്ള കാര്യത്തിനൊന്നും അല്ല, അവിടെ അങ്ങനെ കാര്യമുള്ള കാര്യങ്ങളും വളരെ കുറവാണ്. പക്ഷെ ഒരാൾ തുടങ്ങിക്കഴിയുമ്പോൾ അടുത്ത ആൾ അങ്ങനെ ഏറ്റുപിടിച്ച് പിന്നെ മാലപ്പടക്കം പോലെ പൊട്ടി അവസാനം എത്തിക്കഴിയുമ്പോഴത്തേക്കും ആയിട്ട് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ചായക്ക് ഇച്ചിരി പഞ്ചാര കുറഞ്ഞതായിരിക്കും, അതായിരിക്കും മാറ്റർ. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ചിലപ്പോൾ ഭയങ്കര ഘോരം സംസാരിച്ച് നമ്മൾ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സത്യത്തിൽ സംഭവം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് അവർക്ക് ഇച്ചിരി ചായ കിട്ടിയില്ല, കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലിങ് ആവും. ആ വക സംഭവങ്ങളൊക്കെ അവിടെ കുറെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവില്ല, അത് കണ്ട് ചിരിക്കാനേ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഏറ്റവും വേദന തോന്നിയത് അപ്പൊ ഏത് നിമിഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലിയെ ഓർത്ത നിമിഷം തന്നെയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ നമ്മള് വീട്ടിൽ നിന്ന് മാറി കുറെ സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ നോർമൽ ലൈഫ് ആണെങ്കിൽ നമുക്ക് അത്രയും ഫീൽ ചെയ്യില്ല. പക്ഷെ നമ്മൾ മറ്റൊരിടത്ത് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. ആ സമയത്താണ് ഇതൊക്കെ അങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്ത് നമ്മൾ നെഞ്ചിലേക്ക് എടുത്ത് വെക്കുന്നത്. സന്ദീപിനെയും വീട്ടുകാരെയും ഒക്കെ ഒരുപാട് മിസ് ചെയ്യും. ഞാൻ ഓർക്കും, എന്ത് ചെയ്യുമായിരിക്കും അവിടെ, നല്ല മഴയത്തൊക്കെ ഇരുന്ന് നല്ല കാപ്പിയും നല്ല പരിപ്പുവടയും. ഞാൻ അവിടെ ഇരുന്ന് പരിപ്പുവടയും ചായയൊക്കെ മിസ് ചെയ്തിട്ടുണ്ട്. അത് ശരി. പക്ഷെ ഒരു രീതിയിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ, ഒന്നും അറിയാൻ പറ്റുന്നില്ല. ആ ഒരു വേദന അല്ലേ, ഭയങ്കരമാണ്. ശരി, അടുത്ത ചോദ്യം, ആരുടെ പ്രവൃത്തി അല്ലെങ്കിൽ വാക്കുകളാണ് അപ്രതീക്ഷിതമായി തകർത്തു കളഞ്ഞത്? അങ്ങനെ ഇല്ല. എനിക്ക് ചെറിയ സങ്കടം വന്നാലും ഭയങ്കര സന്തോഷം വന്നാലും ഞാൻ ഭയങ്കരമായിട്ട്
കരയുന്ന ഒരാളാണ്. ഓ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് ഈ ഒരു നേച്ചർ കാണുമ്പോഴത്തേക്കും ചേച്ചി എന്തിനാ കരയുന്നതെന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പം ഞാൻ പറയും സന്തോഷം കൊണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ അവർ ഓക്കെയാണ്. സങ്കടം കൊണ്ടാണെങ്കിൽ പിന്നെ കയ്യിൽ നിന്ന് പോകും, എന്താണ് ഏതാണ് എന്നൊക്കെ വരും. അപ്പം എനിക്ക് തന്നെ സങ്കടം വരുന്നോ സന്തോഷം വരുന്നോ, ഈ സങ്കടമാണോ സന്തോഷമാണോ എന്ന് തിരിച്ചറിയാത്തൊരു ലെവലിലേക്ക് നമ്മൾ പോകുന്നൊരു ഘട്ടം വരും. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പം നമ്മളുടെ സകല കെട്ടും വിടും, നമ്മളുടെ സകല കൺട്രോളും കയ്യിൽ നിന്ന് പോവും. നമുക്ക് പിന്നെ ഈ അതൊരു ട്രിഗറിങ് ആണ്, നമ്മളെ ആ ഒരു ഗെയിമിലേക്ക് പക്കാ നമ്മൾ എത്തിക്കും. പിന്നെ വരുന്ന ടാസ്കുകളൊക്കെ മോർണിംഗ് ടാസ്ക് ഒക്കെ ആണെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയതായിട്ട് നമ്മൾ ബ്ലെയിം ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഹൗസ് മേറ്റ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത വ്യക്തി ആരാണ്, ഇത് നിങ്ങൾ പറയുക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ടാസ്ക്. ഈ ടാസ്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആരെങ്കിലും ഒരാളെ പറയുമ്പോൾ നമ്മളായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് ഒരു പിണക്കം. ഇനി ഒരാൾ മോശമാണ് നമുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അയാൾക്കും പിണക്കം. അപ്പൊ 2 പറഞ്ഞാലും അടിയാവും. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കിട്ടിട്ടുണ്ടെങ്കിലും അന്നേരം അതൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും അത് അപ്പം തന്നെ നമ്മൾ ഇറേസ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനായിരുന്നു ഞാൻ എടുത്തത്. എനിക്ക് തോന്നുന്നു എൻ്റെ സൈക്കോളജി ഞാൻ അതിലാണ് യൂട്ടിലൈസ് ചെയ്തത്, മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. കുറേ മനസ്സിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് പക്കാ ഡൗൺ ആയി പോകും. അതുകൊണ്ട് ഞാൻ അത് അപ്പം എടുത്ത് നമുക്ക് വിഷമം തോന്നി ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇറേസ് ചെയ്ത് മുമ്പോട്ട് പോയി. അപ്പൊ അങ്ങനെ മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. ഓക്കെ, മനസ്സ് കുറച്ച് സ്ട്രോങ് ആയിട്ട് വെച്ചിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, ഒരു കലാകാരി എന്ന നിലയിൽ അർഹിക്കുന്ന ബഹുമാനം ബിഗ് ബോസ് വീട്ടിനകത്ത് കിട്ടാതിരുന്നോ? അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഏത് പ്രോഗ്രാം ചെയ്താലും ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഓടി വന്ന് കെട്ടിപ്പിടിക്കും. എല്ലാവർക്കും പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റി പല കാര്യങ്ങളും. അതുകൊണ്ട് അങ്ങനെ ഒരു ബഹുമാനം കിട്ടാതിരുന്നു എന്നുള്ളതില്ല. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ എല്ലാ കണ്ടസ്റ്റൻസും സെയിം ആണ്. നമ്മൾ എവിടെ നിന്ന് വരുന്നു, നമ്മൾ എങ്ങനെ വരുന്നു, നമ്മൾ ഏത് ചുറ്റുപാടിൽ നിന്ന് വരുന്നു ഒന്നും അവിടെ മാറ്റർ അല്ല, ഡസൻറ്റ് മാറ്റർ. നമ്മളെല്ലാവരും സെയിം തന്നെയാണ്. അവിടെ പ്രായ വ്യത്യാസമൊന്നുമില്ല, ഇന്ന പ്രായക്കുറവും ഒന്നുമില്ല. മഴക്കിടുമ്പോഴും അതൊക്കെ തന്നെയാണ്, ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. കളിച്ചിരി വന്നാലും ഒന്നുമില്ല. പിന്നെ ഇന്നിപ്പം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ 3-4 ദിവസങ്ങളാണ് ആയിരിക്കുന്നത്. ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ? ഭയങ്കരമായിട്ട് മിസ്. ഞാൻ എൻ്റെ ഒരു റിയാക്ഷൻസ് തെറ്റിപ്പോയി, ഞാൻ അവിടെ ഇങ്ങനെ ബിഹേവ് ചെയ്യണമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് ദിവസം കൂടെ അവിടെ നിൽക്കാമായിരുന്നു, അങ്ങനെ ഒരു സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഇറ്റ്സ് എ ഗെയിം. അപ്പോൾ ആ ഗെയിമിന്റെ നമുക്ക് ചില സമയത്ത് നമ്മുടെ ശരിക്കും നമ്മളൊരു മനുഷ്യനാകുമ്പോൾ നമുക്ക് പല ഏറ്റക്കുറച്ചിലുകളും വരില്ല. നമ്മൾ വൈകാരികമായിട്ട് ചിലപ്പോൾ ഡൗൺ ആവും, ചില ദിവസങ്ങൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ്, നമുക്കത് പറ്റുള്ളൂ. പക്ഷെ അവിടെ മിസ് ചെയ്തത് ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഇതാവണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ അവിടുത്തെ ആംബിയൻസ് ആണ് മിസ് ചെയ്തത്. നമ്മൾ ഗെറ്റ് യൂസ്ഡ് ആയി കഴിഞ്ഞു. ഈ 63 ദിവസം പക്കാ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള, സാധാരണ നമ്മളൊരു 10, 17, 18 ആൾക്കാർ, ഇത്തവണ 19 ആൾക്കാർ വന്നു. അതിൽ 6 പേര് പോയി, പകരം 6 പേര് പുതുതായിട്ട് വൈൽഡ് കാർഡ് എൻട്രീസ്. സോ ഫുൾ ഓൺ ഹൗസ് ഫുള്ള് ആളുകളായിരുന്നു, ഗെയിമേഴ്സ് ആയിരുന്നു എപ്പോഴും. അപ്പോൾ വന്ന ആൾക്കാരെയും മനസ്സിലാക്കാനോ പോയ ആളുകളെ മനസ്സിലാക്കാനോ അവരുടെ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കാനോ ഒക്കെ ആലോചിക്കാനുള്ള സമയം കിട്ടുമ്പോൾ ടക്ക് 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 63 ഡേയ്സ് പോയി, പെട്ടെന്ന് കടന്നുപോയി. അതുകൊണ്ട് തന്നെ നമ്മൾ മിസ് ചെയ്തു. അവിടെയുള്ള എല്ലാവരുമായിട്ട് എനിക്ക് പേഴ്സണലി ഒരു റാപ്പോ ഉണ്ട്. നമുക്ക് നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു അവിടെ. അത് അവിടെ പോയി വരുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇവിടെ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഇപ്പൊ ഇരിക്കുന്ന ഈ ഒരു സോഫയിൽ അവിടെ വന്ന് എത്രയോ ആൾക്കാർ വന്നിരുന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും പറയുന്നത് അവരവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ അവരുടെ ഹാൻഡ്ഫുൾ കുറെ നല്ല റിലേഷൻഷിപ്പ്, നല്ല ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണ് അവർ തിരിച്ച് പിന്നീട് അവരുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യണത്. നമുക്കിനി നമ്മുടെ ബാക്കി ഈ ഷോയുടെ തന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ആദ്യമേ ഈ ഒരു സംഭവത്തെ കുറിച്ച് ഒന്ന് പറയൂ. ശ്രീരേഖയുടെ ലൈഫ് ബിഗ് ബോസിൽ വന്നതിന് ശേഷമോ അല്ലെങ്കിൽ നമുക്ക് അതിന് തൊട്ട് മുമ്പേ തന്നെ തുടങ്ങാം. ഇൻ ജനറൽ പറഞ്ഞാൽ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് ലൈഫ്? എൻ്റെ ലൈഫ് ഇപ്പൊ ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പൊ ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ കാരണം ഇതാണോ, ബിഗ് ബോസ് ആണോ? അല്ല, എൻ്റെ ലൈഫ് ഞാൻ ഒരുപാട് അങ്ങനെ ലൈഫിൽ ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി നടക്കുന്ന ഒരാളല്ല. അത് എനിക്ക് കിട്ടിയ ലൈഫ് പാർട്ട്ണറും നമ്മൾ ആ ഒരു മൊമെന്റിൽ സന്തോഷമായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഇനിയുള്ള മൊമെന്റിൽ ഇങ്ങനെ ആവണം അല്ലെങ്കിൽ അങ്ങനെ ആവണം എന്ന് ഒരുപാട് ആഗ്രഹം വെക്കുന്ന ഒരാളല്ല. ആ ആള് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഹാപ്പി ആവും, ഞാനും ചെറിയ കാര്യങ്ങളിൽ ഹാപ്പി ആവും. അദ്ദേഹത്തിന്റെ പേര്
സന്ദീപ്. ഓക്കെ. അപ്പോൾ ഞാനും സന്ദീപാണെങ്കിലും ഞങ്ങൾക്കിടയിലുള്ള ഒരു റാപ്പോ, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ലവ് മാരേജ് ആണോ? ലവ് മാരേജ്, വൺ സൈഡ് ലവ് ആയിരുന്നു. ഇവിടുന്ന് അങ്ങോട്ടായിരുന്നു അമ്മ ചെയ്തോണ്ടിരുന്നത്, അവിടുന്ന് ഇങ്ങോട്ട് അമ്മ വന്നു ആദ്യം. അവിടുന്ന് ഇങ്ങോട്ട് അമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തന്നെ വന്ന് പതിഞ്ഞപ്പോഴേ നമ്മളങ്ങ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഇല്ല, ആദ്യം വന്ന് പതിഞ്ഞപ്പോ നമ്മൾ അത് എടുത്ത് അങ്ങ് തിരിച്ചയച്ചു. എനിക്ക് വേണ്ട, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇച്ചിരി ആറ്റിറ്റ്യൂഡും ജാടയൊക്കെ ഇട്ടു. രണ്ടാമതും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പാവം പിന്നെ എനിക്കും തോന്നി ശരിയാണ്, ഓക്കെ കൊള്ളാമല്ലോ, നന്നായിട്ട് അമ്പൊക്കെ ചെയ്യാനറിയാമല്ലോ. അതിൽ എന്തൊക്കെയോ ട്രിക്ക് വെച്ചിട്ടായിരിക്കും രണ്ടാമത് ആള് ട്രൈ ചെയ്തിട്ടുണ്ടാവുക. ആ രണ്ടാമത് ട്രൈ ചെയ്തപ്പോ എന്തൊക്കെയായിരുന്നു? പഠിച്ചു, ആളെന്നെ നന്നായിട്ട് പഠിച്ചിട്ടാണ് ആള് അമ്പയത്തിന് ഇറങ്ങിയത്. ഫസ്റ്റ് എന്റെ പേരൻസിനെയാണ് അവരെ ഹിറ്റ് ചെയ്തത്. നേരെ വന്ന് അച്ഛനോട് ചോദിക്കായിരുന്നു. ആ ഒരു അപ്രോച്ചിൽ തന്നെ ഞാൻ ഏകദേശം ഒരു ഹാഫ് ഫ്ലാറ്റ് ആയി. പക്ഷെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് ഇച്ചിരി വെയിറ്റ് ഒക്കെ ഇട്ട് സമ്മതിച്ചു കൊടുത്തില്ല. രണ്ടാമത് ആള് നേരിട്ട് വന്നിട്ട് പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും ഓക്കെ ആണെങ്കിൽ വിവാഹത്തിന് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോ ഞാൻ വെയിറ്റ് ഇട്ടു, കംപ്ലീറ്റ് വെയിറ്റ് ഇട്ടു. പക്ഷെ അത് സെറ്റായി. അപ്പം ആ വ്യക്തിയിൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ എൻ്റെ ലൈഫ് ഭയങ്കര എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ ഇല്ലെങ്കിലും നമുക്ക് ചില കറികൾ കഴിക്കുമ്പോൾ ഉപ്പ് കുറവായിരിക്കും, ചിലപ്പോൾ മുളക് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മുളക് കുറവായിരിക്കും, ഉപ്പ് കറക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ അതിൽ ഹാപ്പി ആണെങ്കിൽ നമുക്ക് പരാതിക്കിടയുണ്ടാവില്ല. എന്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ഹാപ്പിയാണ്. സന്ദീപ് അങ്ങ് ഇത് കാണുന്നുണ്ടെങ്കിൽ അങ്ങ് ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും. എത്ര നല്ല രീതിയിൽ ഭർത്താവിനെ. എങ്ങനെയാ സന്ദീപിനെ ശ്രീരേഖ വിളിക്കണേ? ചന്തു എന്നാ വിളിക്കുന്നത്. വീട്ടിൽ ചന്തു. എന്നെ അത് പറയാൻ പറ്റത്തില്ല. അയ്യോ, അതെന്താ? കുഞ്ഞപ്പാന്നാ വിളിക്കുന്നത്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ട പടം അതാണ്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കണ്ടപ്പോ കുഞ്ഞപ്പ എന്നുള്ള ഒരു പേര് വിളിച്ചു. ഇപ്പൊ കുഞ്ഞപ്പ, ദൈവമേ കുഞ്ഞപ്പാന്നാ വിളിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അത് പറയുമ്പോ എന്തെങ്കിലും ഒരു ഫണ്ണി ആയി പോകും. അത് കൊള്ളാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇങ്ങനെ നല്ലൊരു ഹാപ്പി മാരീഡ് ലൈഫ് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര? 4 വർഷം. ഓക്കെ, അതിനു മുമ്പും ലൈഫ് ഇത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിരുന്നില്ലേ? അപ്പൊ ലൈഫ് സ്ട്രഗിൾ ആയിരുന്നു. ജീവിതത്തിൽ അങ്ങനെയാണല്ലോ, എല്ലാവരെയും പോലെ തന്നെ. അത്രത്തോളം ഒരു ബ്യൂട്ടിഫുൾ ആയില്ല. മേ ബി അന്നത് ബ്യൂട്ടിഫുൾ ആവാതിരുന്നത് കൊണ്ടായിരിക്കാം ഇന്നിപ്പോ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇപ്പം എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലി ആണെങ്കിലും എന്നെ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അവരാണ്. എൻ്റെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് അവരാണ്. ഹസ്ബൻഡ്, അച്ഛൻ, അമ്മ, 2 ചേച്ചിമാരുണ്ട്. അവർ ഫുൾ ഫാമിലി. അപ്പൊ അവരും കൂടിയാണ് എന്നെ ബിഗ് ബോസിലേക്ക് പോകണം എന്നെ സപ്പോർട്ട് ചെയ്ത് വിട്ടത്, എൻ്റെ ഫാമിലി. ഓക്കെ, അപ്പൊ അത് ആദ്യം ശ്രീരേഖ അവതരിപ്പിക്കുമ്പോഴേ അവരൊക്കെ ഇത് കാണാറുണ്ടായിരുന്നു? ഇതിനു മുമ്പത്തെ 5 സീസണും കാണുന്ന ഒരു ഫാമിലി ആയിരുന്നോ? ഇങ്ങനെ എനിക്ക് പോണം എന്നുള്ളൊരു ആഗ്രഹം അത് വന്നപ്പോ അങ്ങനെ ആദ്യം തന്നെ എങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹം വന്നു ശ്രീരേഖയ്ക്ക്? ആഗ്രഹം ഫസ്റ്റ് വന്നത് എനിക്കല്ല, എൻ്റെ ഹസ്ബൻഡിനാണ്. കാരണം കഴിഞ്ഞ തവണത്തെ ബിഗ് ബോസ് എല്ലാവരും ഇരുന്ന് കാണുമായിരുന്നു. അപ്പൊ ഈ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടം, കാണാൻ ഇഷ്ടം. നമ്മൾ വഴക്കിടാനോ പെടാനോ ഒന്നും പോയില്ലെങ്കിലും മാറിയിരുന്ന് ഇങ്ങനെ കാണും, ഭയങ്കര ത്രില്ലായിരുന്നു. അപ്പൊ ഇത് കാണുന്ന സമയത്ത് എൻ്റെ മദറിലോ ചോദിക്കും, ഇവളാണ് അവിടെ പോയിരിക്കുന്നതെങ്കിൽ, ശ്രീയാണ് പോയിരിക്കുന്നതെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ പറയാം, അയ്യോ ഇവള് നശിപ്പിച്ച് ഒന്നിനും ഇടപെടാതെ അവള് മാറുമെന്ന് ഒന്നും പറയൂല, ആകെ കുളവാക്കും, ഇവള് പോണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ സീസൺ 6 വന്നപ്പോ ഞാൻ ചെല്ല് എന്നുള്ളൊരു, ഞാൻ പോയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ പോലും അറിയാതെ ഞാനൊരു അധോലോകമായി മാറിക്കഴിഞ്ഞു ഷാജിയേട്ടാ, എന്നാ പിന്നെ ഇനി വെയിറ്റ് ചെയ്യണ്ട ഷാജിയേട്ടാ, ഞാൻ അങ്ങ് പോയേക്കാം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ വന്നു. പിന്നെ എനിക്കും അറിയണമായിരുന്നു, എനിക്ക് നമ്മൾ ഇതുപോലൊരു സിറ്റുവേഷനിൽ പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇത്രയും വലിയൊരു ഗെയിം ഷോ, ഈ ഗെയിമിനെ കുറിച്ച് എല്ലാവർക്കും ഉള്ള പോലുള്ള സംശയങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഗെയിം, എങ്ങനെയാണ് നമ്മൾ സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുക, ഫോൺ ഇല്ലാതെ അല്ലെങ്കിൽ മറ്റ് ഗാഡ്ജറ്റ്സ് ഇല്ലാതെ നമുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പോയത് അതിനൊക്കെ ഉള്ള ഒരു ഉത്തരത്തിനാണ്. എനിക്കത് കിട്ടി, എന്നെ കൊണ്ട് പറ്റി. അയ്യോ. അപ്പൊ 63 ഡേയ്സ് ശരിക്കും എൻജോയ് ചെയ്ത് തന്നെ അവിടെ നിന്നു? ഞാൻ എൻജോയ് ചെയ്തു നിന്നു. ചായ കുടിക്കാൻ താല്പര്യമുണ്ടോ? എനിക്ക് ഇപ്പൊ ചായയും പരിപ്പോടെ എന്നൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് ചായയും പരിപ്പോടെ കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും ഇവിടെ ഞാൻ തോന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ചായ ഉഴുന്നുവട,
അമ്മേ സത്യം പറയാലോ എത്ര നാളായി കണ്ടിട്ട് ഉഴുന്നോടെ. എന്നാ കണ്ടോളൂ, ഉഴുന്നോടെയൊക്കെ കണ്ണെന്നറിയേ കാണും. നമുക്ക് ഷെയർ ചെയ്താലോ? വേണ്ട വേണ്ട, കഴിച്ചോളൂ. ഷെയറിംഗ് ഈസ് കെയറിംഗ്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇതൊക്കെ തന്നെയല്ലേ തിന്നോണ്ടിരിക്കണത്. നിങ്ങൾ ഇത്രയും നാൾ ഇത് കഴിക്കാതെ പോയ ഒരാളെന്നുള്ള രീതിയിൽ ഒരു തരി ആർക്കും കൊടുക്കണ്ട, തന്നെ കഴിച്ചോളാം. സത്യം പറയാലോ അവിടെ ഷെയറിംഗ് ഈസ് കെയറിംഗ് ആന്ന് പറഞ്ഞ അവസാനം ഞങ്ങൾ കട്ട് തിന്നണമെന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ആണോ? ഞങ്ങൾ അവസാനം കുറെ ടീമൊക്കെ കയറിയിട്ട് കുറച്ച് തസ്കര വീരന്മാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് കട്ട് തിന്നു. ചായ കുടിച്ചോളൂ കേട്ടോ. കഴിച്ചോണ്ട് നമുക്ക് സംസാരിക്കാം. അതെന്താ അവിടെ നിങ്ങൾക്ക് ഈ കട്ട് തിന്നേണ്ട അവസ്ഥ വരണമെങ്കിൽ? കട്ട് തിന്നേണ്ട അവസ്ഥ ഉണ്ടായിട്ടൊന്നുമില്ല, ഒരു കോമഡി ആയിട്ട് കട്ട് തിന്നാ. പിന്നെ കട്ട് തിന്നാണ്ടിരിക്കാൻ പറ്റാണ്ടായി. നല്ല ചൂട് സാധനമൊക്കെ ഉണ്ടായിട്ട് ഓംലെറ്റും മുട്ടയൊക്കെ നമ്മള് അടിച്ചു മാറ്റിയിട്ട് നമ്മള് സൂപ്പറായിട്ട് വൈകുന്നേരം രാത്രി എല്ലാവരും ഇറങ്ങി കഴിയുമ്പോൾ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി. അപ്പൊ അതിനുള്ളപ്പോ ചിലപ്പോ ബാക്കി ഉണ്ടുണ്ടാവും. അന്നത്തേക്കുള്ള റേഷനല്ലേ നിങ്ങൾക്ക് കിട്ടുക? അന്നത്തേക്കുള്ള റേഷനാ. പക്ഷെ ഇത് അടിച്ചു മാറ്റുന്ന ഒരു കലയാണല്ലോ. അപ്പൊ അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ശ്രീരേഖ അടിച്ചു മാറ്റി തിന്നത് എന്തൊക്കെയാ? ഐസ്ക്രീം. പിന്നെ എന്ത് ഐസ്ക്രീം ആയിരുന്നു? ഏതായിരുന്നു ഫ്ലേവർ? നമ്മുടെ സ്പോൺസേഴ്സ് സ്കീ ആയിരുന്നു. സ്കീയുടെ ഐസ്ക്രീം. ഏതായിരുന്നു ഫ്ലേവർ? ഫ്ലേവർ ഓരോ ആൻഡ് ക്രീം. ഓറിയോ, ക്രീം ആൻഡ് ബിസ്ക്കറ്റ് അങ്ങനെ എന്തോ ആണ് സാധനമായിരുന്നു. സൂപ്പർ സാധനമായിരുന്നു, പറയാണ്ടിരിക്കാൻ വയ്യ. അന്ന് നമുക്കൊരു ടാസ്ക് ഉണ്ടായിരുന്നു, സ്കീയുടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, സ്പോൺസർ ടാസ്ക്. ഫുഡ് കുറെ കിട്ടുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അന്ന് ദുന്ദുബിനാഥാണ്. കാരണം ഞങ്ങൾ അന്ന് അവിടെ ഭയങ്കര സന്തോഷമാണ്, മഴ പെയ്ത് കാത്തിരിക്കുന്ന ഏഴാമ്പലിനെ പോലാണ് ഞങ്ങൾക്ക് ഫുഡിന്റെ ഒക്കെ ടാസ്ക് വരുമ്പോൾ ഞങ്ങൾ ഭയങ്കര തുള്ളിച്ചാടി. അത് കണ്ടിട്ടുണ്ടാവും, ആക്രാന്താണ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ. ഈ ഫുഡ് കൈ കിട്ടുന്ന സമയത്ത് ഈ സ്കീയുടെ ടാസ്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സാധാരണ സ്കീയുടെ ഐസ്ക്രീം ഒക്കെ തരാറുണ്ട്. അന്ന് പക്ഷെ നമുക്ക് തന്നില്ല. അപ്പൊ ആ സമയത്ത് ഫ്രിഡ്ജിൽ 2 ഐസ്ക്രീം ഇരിക്കണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വിശപ്പിന്റെ വിളി, അന്തരാത്മാവിന്റെ ആളനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പോയെടുത്തൊരു ഫുൾ തീർത്ത് എന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവർക്കും അവരെയും ഞാൻ എന്റെ ക്രൈമിൽ പാർട്ട്നേഴ്സ് ആക്കി. എന്നാലും ഒരു ഗോതമ്പ് ദോശയൊക്കെയാണോ നിങ്ങൾ കഴിച്ചോണ്ടിരുന്നത്? മാക്സിമം 2. പിന്നെ നമ്മൾ തട്ടിപ്പറിക്കും, അത് വേറെ കാര്യം. നമ്മൾ ഷെയർ ചെയ്യും, ഷെയർ ചെയ്ത് തട്ടിപ്പറിച്ച് കഴിക്കും. വെറുതെ അല്ലല്ലേ എല്ലാരും ഇങ്ങനെ ക്ഷീണിച്ച് വരുന്നത്. അപ്പൊ അവിടുന്ന് ഇറങ്ങി വരുന്ന എല്ലാവർക്കും ആദ്യം കൊടുക്കേണ്ടത് ഒരു ട്രേ നിറയെ ഭക്ഷണമാണ്. ഇതുപോലെ നിങ്ങൾ ഇരുന്ന് എൻജോയ് ചെയ്ത് ഭക്ഷണത്തിന്റെ വാല്യൂ മനസ്സിലാക്കി നിങ്ങൾ കഴിക്കുന്നത് കാണാൻ പറ്റും. ഭക്ഷണത്തിന്റെ വാല്യൂ. അപ്പൊ വീട്ടിൽ വന്ന് കേറിപ്പോഴേ അമ്മയെ എനിക്ക് വിശക്കുന്നു, എനിക്ക് കഴിക്കാൻ തരുമെന്നും പറഞ്ഞ് കഴിച്ചിരുന്ന? സത്യം പറഞ്ഞാല് നല്ല വിശപ്പോടെയാണ് വന്നതെങ്കിൽ, ചായയും ഇതുമാണ്, അതും കൂടെ കഴിച്ചോളൂ. വിശപ്പോടെയാണ് വന്നതെങ്കിലും പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അതെന്താ? നമുക്ക് വിശപ്പ് കേടും, നമ്മൾ ശീലിച്ചല്ലോ. പിന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലായത് അതിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണത്തിന് വാല്യൂ ഉണ്ടല്ലോ. നമ്മളൊരു ദോശ കഴിക്കുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിലും നമുക്ക് അതിന് ഉപ്പ് കൂടിയായാലും എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ പരാതി പറയാനേ നമ്മൾ നിന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ കൊണ്ടുപോകുന്നു പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പിണങ്ങി കിടക്കും, വഴക്കിടുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാണ്ട് കിടക്കും. ജന്മത്തിൽ ഇനി എനിക്ക് തോന്നണില്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളങ്ങനെ പിണങ്ങി കിടക്കുന്നു. കാരണം ഭക്ഷണത്തിന്റെ വാല്യൂ മൊത്തത്തിൽ നന്നായി ഒന്ന് എല്ലാവരും സ്വഭാവ ദൂഷ്യങ്ങളെല്ലാം മാറ്റി അല്ലേ? നന്നായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം സുഖിയനും കഴിച്ചിട്ട് സംസാരിക്കാം കേട്ടോ. ഇപ്പൊ അവിടെ ശ്രീരേഖ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അല്ലേ, നല്ല ചായ അല്ലേ? അവിടെ ഇറങ്ങിയതിന് ശേഷം ഇപ്പോ അവിടെയുള്ള ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് അവരുടെയൊക്കെ വീട്ടുകാർ അവരെ കാണാനായിട്ട് അവിടെ എത്തുന്നു, അവരവിടെ സമയം ഒരുമിച്ച് ചെലവഴിക്കുന്നു, ഇങ്ങനെ കുറെ കാര്യങ്ങളാണ്. അത് കണ്ടപ്പോ ശ്രീരേഖ ഇപ്പൊ പറഞ്ഞില്ലേ, വീട്ടുകാരെ മിസ് ചെയ്തു, വീട്ടിലെ ഭക്ഷണം മിസ് ചെയ്തു, സന്ദീപിനെ മിസ് ചെയ്തു. അപ്പോ ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞപ്പോ ഞാനുള്ള സമയത്ത് ഇങ്ങനത്തെ ഒരു ടാസ്ക് തന്നിരുന്നെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നിയിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും തോന്നി. ഞാൻ ഇറങ്ങാൻ കാത്തിരുന്നു. സത്യമായിട്ട് ഞാൻ ചോദിച്ചു. കാരണം എനിക്ക് നമ്മുടെ പേരൻസിനെ നമ്മൾ ലോകത്തിൽ പരിചയപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരമാണ്. പിന്നെ അവർ വരുമ്പോൾ ആ ഒരു എല്ലാവരും ഇപ്പോൾ ഒരു മദേഴ്സ് ഡേയുടെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അമ്മമാർക്ക് ലെറ്റർ എഴുതാനൊക്കെ ആയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതിൽ ഓരോരുത്തരും ലെറ്റർ എഴുതുമ്പോൾ മറ്റെല്ലാവരും അതിനോട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കരച്ചിൽ വരും. അവരുടെ അമ്മമാർ നമ്മുടെ ആരൊക്കെയോ ആണെന്നുള്ളൊരു തോന്നലിലാണ് നമ്മളിരിക്കണേ. ഒരു ഫാമിലി പോലെ ആയിക്കഴിഞ്ഞു. അതിനകത്ത് വഴക്കാണെങ്കിലും ബഹളമാണെങ്കിലും നമ്മളൊക്കെ ഒരു ഫാമിലിയായി. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഞാനത് ചോദിച്ചു, എന്ത് പണിയാ കാണിച്ചത്, നമുക്ക് ഈ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് എന്ന് തോന്നി, സത്യമായിട്ടും തോന്നി. പിന്നെ നേരത്തെ വീട്ടിലെത്തിയല്ലോ. നമ്മള് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിന് ഇങ്ങനെ പറഞ്ഞു ഞാൻ ആശ്വസിച്ചു, അങ്ങനെ ഇതായി പോണോന്ന് മാത്രം. ആരാ ശ്രീരേഖയ്ക്ക് സർപ്രൈസ് ആയിട്ട് വന്നിരിക്കണേന്ന്? എന്റെ ബ്രദറാണ്, ചേട്ടനാണ്, എന്റെ ഹസ്ബൻഡ് ചേട്ടനാണ്, സാഗരേട്ടൻ.